കെ.വി. തോമസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി കുറച്ചു കാലം നിയമിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സേവന ഫലമായി കേരളത്തിനുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിന് സർക്കാരുകൾക്ക് കൃത്യമായി ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കെ.വി. തോമസിൻ്റെ സേവനത്തിനായി ചെലവിട്ടത്, സർക്കാർ നേരിട്ട് ചെലവിട്ടത് 1 കോടിയിലധികം രൂപയെന്ന് വിവരാവകാശ രേഖ കൃത്യമായി തെളിയിക്കുകയാണ്. ഒരേ സമയം അദ്ദേഹം ഈ പറയുന്ന 1 ലക്ഷം രൂപ ഓണറേറിയവും അതോടൊപ്പം തന്നെ 3 പെൻഷനുകളും കൈപ്പറ്റിയിരുന്നു. ഇതിനൊക്കെ പുറമെ വിമാനയാത്രാ ആനുകൂല്യങ്ങൾ, ഔദ്യോഗിക വാഹനത്തിനുള്ള ഇന്ധന ചെലവ്, പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളം എന്നിങ്ങനെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശാലിനി, എപ്പോഴും എല്ലാവരും ഉയർത്തിയിട്ടുള്ള ചോദ്യമാണ് എന്താണ് കെ.വി. തോമസിനെ ഡൽഹിയിൽ നിയമിച്ചതുകൊണ്ട് സംസ്ഥാനത്തിനുണ്ടായ നേട്ടമെന്ന്. അപ്പോൾ അതിന് പലപ്പോഴും പലതരത്തിലുള്ള ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്, ആനമുട്ടയെന്നടക്കമുള്ള വിമർശനങ്ങൾ പോലും വന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന തുക എന്താണ് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ എന്ത് സേവനമാണ് എന്ന് ചോദിച്ചത് ഉത്തരമില്ലാതെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് പോലെയാണ് കെ.വി. തോമസ് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്തേക്ക് ഡൽഹിയിലേക്ക് സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി പോയി എന്ത് സേവനമാണ് എന്ന് ചെയ്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ ഖജനാവിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പദവിക്ക് വേണ്ടി, സ്ഥാനം നൽകി പോയതിനു വേണ്ടി കോടികൾ ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ട്. അത് 1 കോടിയിലധികം രൂപയാണ് എന്നുള്ള ഉത്തരമാണ് ഇപ്പോൾ RTI രേഖയായി പുറത്തേക്ക് വരുന്നത്. വിവരാവകാശ പ്രവർത്തകൻ കൂടിയായ രാജു വാഴക്കാലൊക്കെയാണ് ഇത്തരത്തിലൊരു വിവരാവകാശ മറുപടി ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരമാണെങ്കിൽ കാര്യമായ ഒരു സേവനവും ചെയ്യാതെ അദ്ദേഹത്തിന് വേണ്ടി കൃത്യമായി ചെലവഴിച്ച തുക പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചുമതല നൽകുന്നത് 2023 ജനുവരി 20-ാം തീയതിയാണ്. അന്നു മുതൽ അദ്ദേഹത്തിന് പ്രതിമാസ ഓണറേറിയം നൽകുന്നുണ്ട്. 1 കോടി രൂപയാണ് അദ്ദേഹത്തിന് ഈ 1 കോടി രൂപ അദ്ദേഹത്തിന് ചെലവഴിച്ചു. പ്രതിമാസം 1 ലക്ഷം രൂപയാണ് ഓണറേറിയം ഇനത്തിൽ മാത്രമായി അദ്ദേഹത്തിന് ലഭ്യമാക്കിക്കൊണ്ടിരുന്നത്. കൂടാതെ തന്നെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ചെലവിന് വേണ്ടിയും ഓഫീസുകളിലെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി തുക അനുവദിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ 2026 മെയ് 4-നാണ് അദ്ദേഹം സ്ഥാനം ഒഴിയുന്നത്. അദ്ദേഹം സ്ഥാനം ഒഴിയുന്നതിൻ്റെ തലേ മാസം വരെ അദ്ദേഹത്തിന് നൽകിയ പ്രതിമാസ ഓണറേറിയം ഇനത്തിൽ മാത്രം 39,38,710 രൂപ ഖജനാവിൽ നിന്നും പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖയിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളം നൽകാൻ ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് ഒപ്പം തന്നെ കോൺസോളിഡേറ്റഡ് പേ ആയിട്ട് നൽകിയിട്ടുള്ളത് 61,83,500 രൂപയാണ് എന്നുള്ളതാണ് രേഖ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് യാത്രാ ചെലവുകളാണ്. അദ്ദേഹം ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുമൊക്കെയായി നിരവധി വിമാനയാത്രകളാണ് ചെയ്തിട്ടുള്ളത്. ആ വിമാനയാത്രാ ടിക്കറ്റ് ഒഡേപെക് മുഖേന മാത്രം 13,04,854 രൂപയാണ് ഖജനാവിൽ നിന്നും നൽകിയത്. അതിൽ വിമാനയാത്രകളുടെ ഇൻസിഡന്റൽ ചെലവിന് മാത്രമായി 39,000 രൂപ പ്രത്യേക പ്രതിനിധിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനം അടിക്കാൻ കേരളത്തിൽ വരുമ്പോഴും ഡൽഹിയിലുമൊക്കെയുള്ള യാത്രകൾക്ക് അദ്ദേഹത്തിന്റെ വാഹനത്തിന് ഇന്ധനം അടിക്കാൻ വേണ്ടി മാത്രമായി 2,20,429 രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം പ്രത്യേകിച്ച് സേവനങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തിനു വേണ്ടി ഇത്രയധികം രൂപ അദ്ദേഹത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു, അത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നിട്ടും പിണറായി സർക്കാർ ആ നിയമനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നുവെന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിച്ച ഇപ്പോൾ ബി.ജെ.പി. നേതാവ് PR ശിവശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിസ്റ്റർ PR ശിവശങ്കർ, ഈ വാർത്ത താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഒന്ന്, കെ.വി. തോമസ് എന്ന് പറയുന്ന നേതാവിന് വേണ്ടി അവിടെ ഡൽഹിയിൽ കൊണ്ടുപോയി കുടിയിരുത്തുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും കാലം ചെയ്ത സേവനം എന്തെന്നുള്ള ചോദ്യം ഒരു വശത്തുണ്ട്. താൻ ശമ്പളമൊന്നും വാങ്ങുന്നില്ല, ഓണറേറിയം മാത്രമാണ് വാങ്ങിയെന്ന് പറഞ്ഞ മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി 1 കോടിയിലധികം രൂപയാണ് വിവിധ ഇനങ്ങളിലായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. ഇത് ശ്രീ കെ.വി. തോമസിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അന്ന് CPM മുഖ്യമന്ത്രിയും പറഞ്ഞ എല്ലാ വാദമുഖങ്ങൾക്കും പൂർണ്ണമായും എതിരായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ജനം TV പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് അന്ന് തന്നെ മനസ്സിലായിരുന്നു. കാരണം ഓണറേറിയം അല്ലെങ്കിൽ ഞാൻ ശമ്പളം വാങ്ങിക്കുന്നില്ല
എന്ന് ശ്രീ KV തോമസ് പറയുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് 2 പെൻഷൻ, അദ്ദേഹം MP ആയതിന്റെയും MLA ആയതിന്റെയും പെൻഷനും ബാക്കി ദത്തകളും എല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യവും അവിടെ തന്നെ വലിയ ഔദ്യോഗിക വസതിയും എല്ലാം അദ്ദേഹം കണ്ടിന്യൂ ചെയ്തിരുന്നു. കൂടാതെയാണ് തന്റെ യാത്രയ്ക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രത്യേക വാഹനവും അദ്ദേഹത്തിനുള്ള അസിസ്റ്റൻസ് ഏതാണ്ട് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് വേണ്ടുന്ന സർവ്വ ആഡംബരങ്ങളോടുകൂടി മുഴുവൻ പിന്തുണ, അതല്ലെങ്കിൽ ഔദ്യോഗിക പിന്തുണയും ഉദ്യോഗസ്ഥ സപ്പോർട്ടുകളും പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള സർവ്വ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയ ഈ താങ്കൾ കാണിക്കുന്ന ജനം TV കാണിക്കുന്ന 1 ലക്ഷം ഓണറേറിയവും മറ്റ് പെൻഷനുകളും ഔദ്യോഗിക വാഹനവും വിമാനയാത്രയുടെ ഫ്രീ ടിക്കറ്റും അടക്കം ഉള്ളത് അഡീഷണൽ എക്സ്പെൻസ് ആണ്. ഇതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഓഫീസ് എന്ന രീതിയിൽ നടത്തിയപ്പോൾ വരുന്ന വലിയ ഒരു എക്സ്പെൻസും കൂടി കണക്കാക്കിയിട്ട് വേണം അദ്ദേഹം ഈ കഴിഞ്ഞ 1-2 വർഷം 2-3 വർഷങ്ങളായിട്ട് സംസ്ഥാന നേതൃത്വത്തിന് അല്ലെങ്കിൽ ഈ കേരളത്തിലെ ജനതയ്ക്ക് എന്ത് ഗുണമാണ് നൽകിയത്, കേന്ദ്ര സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഫണ്ടുകളോ, ഏതൊക്കെ ഫണ്ടുകളാണ്, ഏതൊക്കെ നേട്ടങ്ങളാണ് കേരള ജനതയ്ക്ക് കിട്ടിയത് എന്ന് പറയുവാൻ ഞാൻ തോമസ് മാഷിനെ വിടുന്നു. അദ്ദേഹത്തിന് ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ CPM-ഉം CPM-ന്റെ നേതൃത്വവും കേരളത്തിലെ ഔദ്യോഗിക ഘടകവും പ്രത്യേകിച്ച് പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ അന്നത്തെ സൗകര്യങ്ങളടക്കം നേടിയ ആളുകൾ കൃത്യമായി ജനങ്ങളോട് അല്ലെങ്കിൽ സംസ്ഥാനത്തിനോട് മാപ്പ് പറയണം. തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. ഇത്തരമൊരു അപ്പോയിന്റ്മെന്റ് കൊണ്ട് കോൺഗ്രസിനെ വീക്കാക്കുവാൻ പോലും നടന്നില്ല. രാഷ്ട്രീയമായി പോലും ഇത് പൂർണ്ണമായി പരാജയമായിരുന്നു. അവർക്ക് വിജയം കണ്ടെത്താനായിട്ടില്ല. അവർ ഉദ്ദേശിച്ച ലാറ്റിൻ കാത്തലിക് വോട്ട് കിട്ടിയില്ല. കേരള ഖജനാവ് മുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായും തങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കാണിക്കാതെ ഇത്തരം അധിക വരുമാനം നശിപ്പിച്ചതിന് ശ്രീ KV തോമസും അതുപോലെ തന്നെ പിണറായി വിജയനും ആ കാലഘട്ടത്തിന്റെ CPM നേതൃത്വവും മറുപടി പറഞ്ഞേ പറ്റൂ. ഇത്തരം ദുരന്തങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് ഇവിടെ അവസാനിപ്പിക്കാനായിട്ടുള്ള മറ്റൊരു കാരണം എന്നും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നന്ദി മിസ്റ്റർ PR ശിവശങ്കർ പ്രതികരിച്ചതിന്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശാലിനിയിലേക്ക് തന്നെയാണ്. ശാലിനി, ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് 2 പെൻഷനുകളുടെ കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് 3ഓളം പെൻഷനുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ വ്യക്തത എനിക്കില്ല. എന്തായാലും അങ്ങനെ പെൻഷൻ ലഭിക്കുന്ന ഒരാൾക്ക് വീണ്ടും ഓണറേറിയം എന്ന പ്രകാരം ഈ തുകയും കൂടി കൊടുക്കുമ്പോൾ എത്ര രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ഈ മനുഷ്യന് വേണ്ടി ചെലവഴിച്ചത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തസ്തികയ്ക്ക് വേണ്ടി, ഒരു പോസ്റ്റിന് വേണ്ടി, ഒരു രാഷ്ട്രീയ നിയമനത്തിന് വേണ്ടി ചെലവഴിച്ചത് എന്നുള്ളൊരു ചോദ്യം അവിടെയില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് അത് അർഹതയുള്ള പെൻഷനുകളായിരിക്കാം. എങ്കിൽ തന്നെയും ചോദ്യം ഇത്രയുമാണ്. ഇതിനൊരു ധാർമ്മിക പ്രശ്നം കൂടിയില്ലേ ശാലിനി? പ്രജിത്ത്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ ശിവശങ്കർ സൂചിപ്പിച്ചതുപോലെ 2 പെൻഷനല്ല, പകരം 3 പെൻഷനാണ് അദ്ദേഹത്തിന് അക്കൗണ്ടിലേക്ക് പ്രതിമാസം എത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരവും ഈ രേഖകൾ പ്രകാരവുമാണെങ്കിൽ MP എന്ന നിലയിൽ, MP MLA എന്ന നിലകളിൽ അദ്ദേഹത്തിന് 97,000 രൂപയാണ് പ്രതിമാസ പെൻഷൻ ലഭ്യമാകുന്നത്. അത് മുൻ MP MLA എന്ന രീതിയിൽ പ്രതിമാസ പെൻഷൻ പറ്റുന്നത് ഉണ്ടെങ്കിലും മറ്റേതെങ്കിലും പദവിയിൽ പ്രവേശിച്ചാൽ അവർക്ക് പെൻഷൻ വാങ്ങാനുള്ള യോഗ്യതയിൽ അർഹനല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓണറേറിയം ആണ് എങ്കിൽ പോലും അത് ഒരു ചുമതല നൽകിക്കൊണ്ട്, ഒരു നിയമനം നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുമ്പോൾ പിന്നീട് അദ്ദേഹം ഈ 2 പെൻഷനുകൾ, അത് ഏത് പെൻഷനാണെങ്കിലും വാങ്ങാനുള്ള യോഗ്യതയില്ല. പക്ഷേ ഇവിടെ ആ 2 പെൻഷനുകളും ഈ മാസങ്ങളിലും ഒക്കെ അദ്ദേഹം കൈപ്പറ്റി എന്നുള്ളതാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഇത് മറികടക്കാൻ, ഈ പെൻഷൻ വാങ്ങുന്ന ആ ഒരു കാര്യം മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓണറേറിയം എന്നൊരു തലക്കെട്ട് കൊണ്ടുവന്നുകൊണ്ട് പ്രതിമാസം 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് നൽകിയത്. അതായത് 1 ലക്ഷം രൂപ ഓണറേറിയവും 71,000 രൂപ MP പെൻഷൻ, 26,000 രൂപ MLA പെൻഷൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന് 97,000 രൂപ പ്രതിമാസം നൽകിക്കൊണ്ടിരുന്നത്. കൂടാതെ തന്നെ തേവര SH കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപന കാലയളവ് പൂർത്തിയാക്കിയത്. അപ്പോൾ ആ 33 വർഷം കെമിസ്ട്രി അധ്യാപകനായി ജോലി ചെയ്തതിൻ്റെ ഒരു പെൻഷനും കൂടി, അധ്യാപക പെൻഷനും കൂടി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 3 പെൻഷനുകൾ ഉൾപ്പെടെ ആണ് അദ്ദേഹം കൈപ്പറ്റിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സർക്കാർ തലത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സാധാരണക്കാരൊക്കെ ഈ ക്ഷേമ പെൻഷനിൽ അർഹതാ പട്ടികയിൽ തന്നെയാണ് ശാലി. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം KV തോമസിന്റെ ഡൽഹിയിലെ സേവനം എന്തായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് അന്നും ഇന്നും സർക്കാർ ഒരു മറുപടിയും നൽകിയിട്ടില്ല കൃത്യമായി. എന്നാൽ അദ്ദേഹത്തിന് മാസം 1 ലക്ഷം രൂപ ഓണറേറിയവും മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഈ സർക്കാർ ഒരുക്കി നൽകി എന്നുള്ളതാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട ധാർമ്മികമായിട്ടുള്ള ചോദ്യമുണ്ട്. 3 പെൻഷനുകൾ വാങ്ങുന്നു, അതിനു പിറകെ ഞാൻ ശമ്പളം വാങ്ങിക്കുന്നില്ല, ഓണറേറിയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി ഇത്രയധികം തുക സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചതിന് എന്ത് മറുപടിയാണ് രാഷ്ട്രീയ കേരളത്തിന് പറയാനുള്ളത് എന്നുള്ളതാണ്.